ഞാൻ ഇവിടെ ആലപ്പുഴ നിന്ന് വിളിക്കുന്നത്. വിജിത്ത് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ കൊട്ടാരക്കരയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിന്റെ തന്നെ ബന്ധത്തോട് തന്നെ ഇവിടെ ഒരു സഭയുണ്ട്. അപ്പൊ അവിടെ ഞാനിങ്ങനെ കുറച്ചാളിങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ഇവിടെ സ്ഥിരം നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ വളരെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ നിവൃത്തിയില്ലാതെ ഇങ്ങനെ ആയിട്ട് തിരിച്ച് മറ്റു സഭയിൽ വിട്ടുപോകുന്ന ബന്ധുക്കാരെയോ സഭയോ തിരിച്ചു ചെല്ലാൻ പറ്റാതെ ഇങ്ങനെ നീറി വേദനിച്ച് എല്ലാവരും ഞാനിവിടെ പോകാൻ ഇടതൊട്ട് കാണുന്നത് ഇത് തന്നെയാണ് ഇവിടെ. എന്തിനീ അല്ല ഈ പൈശാചിക സമയത്ത് ജീവിതം കളയണോ? ഇതിനകത്ത് പോകേണ്ട ആവശ്യം എന്തിരിക്കുന്നത് ഈ കള്ളന് പൈസ കൊടുക്കാൻ വേണ്ടി? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാന് കഴിഞ്ഞ കൊല്ലം പോവുമായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നോണ്ടിരുന്നതാണ് കൊട്ടാരക്കരയില്. ഇടയ്ക്ക് അവിടെ കുറച്ചു വട്ടം വന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സഹോദരി പറഞ്ഞ് നമ്മുടെ ഇതുമായിട്ട് ബന്ധമുള്ള തന്നെ ഇവിടെ ഒരു സഭയുണ്ട് ആലപ്പുഴ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ കുറെ നാള് ഞങ്ങളവിടെ പോവുമായിരുന്നു. പിന്നെ ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പരിപാടി ഒരു 10-20 വെച്ചവിടെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട കുറെ പേരുണ്ട്. ഇവരിത് ഇവിടെ വന്ന് അപ്പൊ ഇതിന് മുമ്പായിട്ട് ഇവിടെ നടക്കുന്നെന്ന് പറയുമ്പോ ഈ സ്ഥിരമായിട്ട് സഭയിലുള്ളവരെ ഇരുത്തി അതിന് വേണ്ടി പ്രത്യേക ഒരു ക്ലാസ് നടത്തുക, എന്നിട്ട് അവിടെ എങ്ങനെ പെരുമാറണം, എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സ്ഥിരമായിട്ട്. നമ്മള് സാധാരണ നിരന്തരമായ നോർമലായിട്ടുള്ള ഇതിനൊക്കെ പോകാറുണ്ട് എന്നല്ലാതെ നമ്മളിങ്ങനെ ഈ മുഴുവനായി അങ്ങനെ പോകുന്നത് നമ്മൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിലൊക്കെ മുഴുവനായിട്ട് അങ്ങനെ പഴയ പോലെ എപ്പോഴും നടക്കുന്ന പോലെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഈ അടുപ്പിച്ചങ്ങനെ പോയി ഇത് പഴയ രീതിക്ക് ആയപ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നമ്മളിത് അറിയുന്നു. ഞങ്ങൾ ഈ ഒരു ഉപവാസ പ്രാർത്ഥന വന്നപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെ വന്ന് ഇതിനു മുമ്പ് ഈ ആൾക്കാരെ ഇരുത്തിയിട്ട് അവിടെ ഇരുന്ന് പറയും അത് നടക്കാൻ പോകും, ഇത് നടക്കാൻ പോകും, ഇവിടെ വലിയ ഒരു സൗണർമാണ് നടക്കാൻ പോണത്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയും ഇത് പറഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ഇതില് ഈ മിക്കവരും നമ്മളെ അടുത്ത് കഴിയുമ്പോഴാണ് ഇവര് പലതും നമ്മളോട് പറയുന്നത്. ആരും ഒന്നും മിണ്ടത്തില്ല. ആരും ഒന്നും മിണ്ടാതിരുന്നിട്ട് ഇതിനകത്ത് ഈ വന്ന് പെട്ടുപോയവരുണ്ട്. ഇവർക്ക് തിരിച്ച് അവരുടെ കുടുംബത്തോട്ടും പോകാൻ മേല, അവരുടെ വിട്ടുപോകുന്ന സഭയിലോട്ടും പോകാൻ മേല. അപ്പൊ ഇവര് സാമ്പത്തികമായിട്ട് തകർന്നും പോയി. ഒരു തരത്തിൽ സാമ്പത്തികമായിട്ട് ഇവര് ആ മറുപടി കാണുമെന്ന് പറഞ്ഞ ഇവര് ഉള്ളത് മുഴുവൻ ഇതിന്റെ പുറകെ നിന്ന് കയ്യിലുള്ളത് മൊത്തം തീരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ സാമ്പത്തികമായിട്ട് കവറിനകത്ത് പ്രത്യേകം നമ്മൾ കവറിന്റെ പുറത്ത് എമൗണ്ട് എഴുതി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില പരിപാടികള് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ തുടക്കത്തിലൊന്നും ഇതൊന്നും കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് ഇതിനകത്തൊരു വെട്ടിപ്പ് നടക്കുന്നതായിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മള് നോർമലായിട്ട് ഇങ്ങനെ പോകുന്നു, ഇടയ്ക്ക് അവിടെ കൂടുന്നുണ്ട്. അപ്പൊ എന്നാ ഇങ്ങനെ ഈ ഇതിനകത്തുള്ള തട്ടിപ്പുകൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെ അടുത്തടുത്ത് കാണുമ്പോഴാണ് ഞങ്ങള് ഇത് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ നമ്മള് അവിടെ ഉള്ളവരുമായിട്ട് കൂടുതൽ അടുപ്പമായപ്പം അവര് ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അവർക്കും ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ആരോട് പറയാനാ, ഇനി എന്തായാലും ഇങ്ങനെ വന്നുപോയി, ഇനിയിപ്പൊ അങ്ങ് പോവാന്നുള്ള രീതിയില്. അല്ല നോർത്ത് നോക്കി, ഇത് ഓരോ മാസവും മാർക്ക് കമ്പൽസറി ആയിട്ട് ദശാംശവും ഇതും കൊടുക്കണ്ടേ? കൊടുക്കണം. അല്ലെ ഇപ്പം ചോദിക്കുവോ? ചോദിക്കും. അവരതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടോ? അങ്ങനെ ലിസ്റ്റ് ഉണ്ട്. ഇത് ഇടയ്ക്കടി സഭയിൽ ഇങ്ങനെ മീറ്റിങ്ങുകളിൽ പറയും, നമ്മൾ ഇങ്ങനെ കൊടുത്താലേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഒരു കണക്കും പ്രകാരം കൊടുക്കണമെന്ന് പറയും. അതൊരു പഴയ നിയമത്തിലെ ഘടനയാണ്, ഒരു 10%. അപ്പൊ ആ ഒരു ഘടന അതെ. എന്തൊക്കെ വരുമാനത്തിന്റെ 10% കൊടുക്കണമെന്നാ പറയുന്നത്? നമുക്ക് കിട്ടുന്നതിന്റെ ഒരു 10. അപ്പൊ അങ്ങനെ ആ ഒരു പഴയ നിയമത്തിലെ ഒരു കണക്ക് പ്രകാരമാണ്. അന്ന് പുതിയ നിയമത്തിൽ വരുമ്പോ അങ്ങനെ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞാണ് ആൾക്കാരെ പിടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെല്ലുന്ന എല്ലാരും ഇതുപോലെ പൈസ കൊടുക്കുവോ? കൊടുക്കും. എല്ലാവരും ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഈ വരുന്നവരെല്ലാരും അതുപോലെ ചില പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞിട്ട് ഒരു മറുപടി ഇല്ലാതെയാണ് ഈ വരുന്നവർ മിക്കവരും.
അപ്പോൾ എന്തെങ്കിലും ഒരു മറുപടി അലഞ്ഞു നടന്നിട്ട് ഇനി എങ്ങനെ ഇത് ഇങ്ങനെ ഇവിടുന്നെങ്കിലും ഒരു മറുപടി കിട്ടട്ടെ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. മിക്കവരും ഇങ്ങനെ ചില ഇതിലൊക്കെ കറങ്ങി ഇങ്ങനെ ചിലവര് ഇങ്ങനെ പറഞ്ഞു കേട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഇങ്ങനെ വന്ന് ഈ നിരന്തരമായ അവിടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ വീടുകളിലും നമ്മൾ ഇത് ആദ്യഘട്ടങ്ങളിൽ ഇവരാരും ഒന്നും മിണ്ടത്തില്ല. ഈ സഭയിൽ നമ്മളിങ്ങനെ പോകുന്ന കൂട്ടായ്മ എന്ന് പറഞ്ഞാലും സഭയിൽ ആരും മിണ്ടത്തില്ല. നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് മെസ്സേജും കേട്ടത് നമ്മളിങ്ങനെ പോകും. ആരും വാ തുറന്നൊന്നും അങ്ങോട്ട് ഷെയർ ചെയ്യത്തില്ല. അങ്ങനെ നമ്മുടെ മിണ്ടാനൊന്നും സമ്മതിക്കത്തില്ലേ? മിണ്ടാം, പക്ഷെ ഇവരാരും മിണ്ടത്തില്ല ഒന്നും. അപ്പൊ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും പറയത്തില്ല. പിന്നെ നമ്മൾ ഈ ഒരുപാട് വർഷങ്ങൾ അവിടെ നിന്ന് കുറച്ച് വർഷം നിന്ന് ഞങ്ങളെ ഒരു 1-2 വർഷത്തോളം പോവുമായിരുന്നു. പിന്നെ വന്നപ്പോഴാണ് ഓരോരോ കാര്യങ്ങളെ അപ്പൊ പറയാനും എടുക്കാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ഈ സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ പറയുമ്പോ പറയും നമ്മുടെ ഇത് തന്നെയാണ് കാര്യാവസ്ഥ, ആരോട് പിന്നെ പറയാനാ. അപ്പൊ എല്ലാരും ഈ നീറി കിടക്കുക. ഈ സത്യം പറഞ്ഞാൽ ഈ ബോയിലർ കോഴിയെ വളർത്തുന്ന ഒരു അവസ്ഥയാണ്. ഇയാളുടെ ഈ ആലപ്പുഴയിലെ പൈശാചിക കൂട്ടായ്മയിൽ എത്ര പേരുണ്ടായിരുന്നു? എത്ര കുടുംബങ്ങൾ വരുമായിരുന്നു? അവിടെ ഒരുപാട് പേരുണ്ട്. എന്നാലും എത്ര പേര്? അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 10,000 അടുത്ത് പേരുണ്ട് ആലപ്പുഴ തന്നെ. ആലപ്പുഴ എത്ര പേരുണ്ടായിരുന്നു? ഒരു 1000-1000-ത്തിനടുത്തുണ്ട്. 700-600 പേര്. ഒരാഴ്ചയിൽ അത്ര പേര് വരുമായിരുന്നോ? ഒരു പത്രം വരും. ഒരു 500 മേളിൽ എന്തായാലും വരും. എല്ലാ ആഴ്ചയിലും അവിടെ വരുമായിരുന്നോ? ഞാൻ എന്റെ അറിവിൽ അവിടെ ഞാൻ ചെന്ന കാലഘട്ടങ്ങളിലൊന്നും വന്നില്ല, പക്ഷെ ബാക്കി എല്ലാരും അവിടെ വരും. മന്ത്ലി ഈ പിടുങ്ങുന്ന പണം അവന്മാര് കൊണ്ടുപോവാണോ അതോ അവിടുത്തെ പാസ്റ്റർമാർ എടുക്കുവോ? എങ്ങനെ മന്ത്ലി ഈ ദശാംശം എല്ലാം പറഞ്ഞ് ഇപ്പൊ എടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് ആര് കൊണ്ടുപോകും? അവിടുത്തെ പാസ്റ്റർമാർക്കോ അതോ ടീനി കൊണ്ടുപോവോ? ഇല്ല, ഇത് ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കാര്യം. പക്ഷെ ഇവരെല്ലാരും തമ്മിലൊക്കെ തന്നെ ഈ ചില മീറ്റിങ്ങും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും ഒരു ഗ്യാങ്ങിനുള്ളവരാണ് ഇവരെല്ലാരും. അപ്പൊ ഇവർ ഈ ഉണർവ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇവരെല്ലാരും വെക്കുന്നത്. ഉണർവിൽ വരുമ്പോൾ അതിലൊരു നമ്മളുടെ ഈ മൊണ്ണവിശ്വാസികളുടെ ചെലവിൽ യുവമാരുടെ ഉണർവ്. അതെ അതെ അല്ലേ? അവന്മാർക്കല്ലേ ഉണർവുള്ളൂ? അവർക്ക് ഉണർവുണ്ട്, ബാക്കി എല്ലാവരും കരിയും, ബാക്കിയുള്ളവർക്ക് മുടിവ്. സത്യം അതാണ് നടക്കുന്നത്. നമുക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്. പിന്നെ ഇതൊക്കെ പരിധിക്ക് പുറത്ത് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കുടുംബമായിട്ട് ഇവിടെ പോവുമായിരുന്നു. പിന്നെ എനിക്കിത് ഈ മാസം എത്ര രൂപയൊക്കെയാണ് മിനിമം അവർ കൊടുക്കണമെന്ന് പറഞ്ഞത് ദശാംശമായിട്ട്? മിനിമം ഇത് ഞങ്ങള് ആരെയൊക്കെ ഇപ്പൊ നമ്മള് പോകുമ്പം പ്രത്യേകിച്ച് നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ ഇത്ര അളവ് വെച്ച് കൊടുക്കണോന്നൊക്കെ നമ്മള് വചനം ചേർത്ത് പറയും. അപ്പൊ എല്ലാരും സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് കാണല്ലോ. പക്ഷെ ഇത് ഇടയ്ക്കൊരു ഉപവാസ പ്രാർത്ഥന വരുമ്പോ ഇവിടെ ഒരു പരിപാടിയുണ്ട്. ഈ കവറിന്റെ പുറത്ത് ഓരോ കുടുംബങ്ങളും ഇന്ന് മാക്സിമം കൈപ്പറ്റാനായിട്ട് ഈ കവറിന്റെ പുറത്ത് എഴുതി കൊടുക്കണം ഇത്ര. അപ്പൊ ഈ കവറിന്റെ പുറത്തായിട്ട് നമ്മൾ എന്താണ് അതിന്റെ അകത്ത് വെക്കുന്നതെന്ന് പുറത്തുനിന്ന് എഴുതണം. അപ്പൊ എന്നിട്ട് നമ്മുടെ പേരും വെക്കണം. അപ്പൊ ഈ ഇന്ന വെച്ച ഇതൊരു തട്ടിപ്പാണ്. അപ്പൊ ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഈ ആരാണ് മറ്റേന്ന് പറയുമ്പോ കവറിൽ ഇട്ട് കൊടുക്കുക. ആര് ഇട്ടതാണ്, എന്തിട്ടതാണ്, 10-ന്റെയാണ്, ആരിട്ടാന്ന്, 500 ഇട്ട് ആരാണ് ഇടുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇത് വന്നപ്പോ ഇത് തന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബക്കാരുടെ പേരും എഴുതണം, അവരെത്ര ഇട്ടെന്ന് എഴുതണം. അപ്പം അത് മാക്സിമം നമ്മുടെ പിടുങ്ങാനുള്ളൊരു പരിപാടി പോലെയാണ് ഈ. അങ്ങനെ വെച്ച് നമ്മൾ മേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ കൊടുക്കാതെ ഇരിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ പേര്. അവിടെ വന്ന് ഇങ്ങനെ ഇനി എന്തായാലും ഈ ഇതൊന്നും ഒരു മുതലെടുപ്പാണ്. ഇപ്പൊ പൈസ കൊടുക്കാതെ വരുന്നവരുണ്ടോ ഇതിനകത്ത്? പൈസ കൊടുക്കാത്തവരെ കൊണ്ട് കൊടുപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് സഭയില്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അത് വരുന്നവർക്ക് വരുന്നവര് ഈ മാസത്തിലൊരു ദിവസം അവിടെ കഞ്ഞി കൊടുക്കും. പിന്നെ ചില സൺഡേകളിലെ ദിവസം മീറ്റിംഗ് കഴിയുമ്പോൾ ചായയും ബിസ്ക്കറ്റും. കുറച്ച് പേര്, എല്ലാവർക്കും ഇല്ല, മിക്കവരും പോകും. പിന്നെ 5-10 പേര് വല്ല അവിടെ കാണും, സ്ഥിരമായിട്ടുള്ളവരാണ്, അവർക്ക് ഇത് കാണും. പിന്നെ ഈ മാസത്തിലുള്ള ചെറിയ ഇതേ ഉള്ളൂ. അപ്പൊ ഈ വരുന്നവരാരും ഈ അങ്ങോട്ട് ആർക്കും ഒരു ഇതില്ല, മാക്സിമം അങ്ങോട്ട് എടുക്കുക. ഈ വരുന്നവര് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഇപ്പൊ 25 ദിവസം ഇവിടെ നടത്തി. ഇപ്പൊ ഈ 25 ദിവസവും ഈ ഇതിന് മുമ്പേ ആയിട്ട് ഈ പാസ്റ്റർമാര് വരുമ്പം
ചാടി നിൽക്കണം, ഓടി നിൽക്കണം, കൈ അങ്ങനെ അടിക്കണം, കൈ ഇങ്ങനെ അടിക്കണം, ഇതിനൊക്കെ ഉള്ള ട്രെയിനിങ് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഇല്ല. പക്ഷെ ഈ പാസ്റ്റർമാർ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇവരവിടെ ഇതിനു വേണ്ടി ഒരു പ്രത്യേകം പോലെ നേരത്തെ അവിടെ സ്ഥിരമായിട്ട് വരുന്നവരെയൊക്കെ ഇരുത്തി, അപ്പൊ ഇവിടെ പാസ്റ്റർമാർ വരുമ്പം അവരങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ്. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ചാടി പിടിക്കണം. ചാടി അത് ദൂത് പറയുമ്പോ നമ്മൾ ചാടി അത് പിടിക്കണം. അതിന് നമ്മൾ ഇത് കൈയടി അപ്പൊ ഇവര് വന്നിട്ട് അത് നടക്കാൻ പോകുന്നത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട് പരിപാടികളുണ്ടല്ലോ ഇവിടെ. നമ്മൾ ചാടി പിടിക്കണോ? അപ്പൊ അതിനായിട്ട് നമ്മൾ അതുപോലെ ആക്റ്റീവായിട്ട് ചാടി നിന്നോണം, ഫ്രണ്ടില് ഒരു അനക്കം സൃഷ്ടിക്കാൻ. ഈ യൂട്യൂബിലൂടെ കാണുന്നവർക്ക് മറ്റുള്ളവർ ഇത് കാണുമ്പോ ഇതെന്തായിരിക്കും സ്വാഭാവികമായിട്ട് ആര് ചിന്തിക്കുന്നത്, ഇത് റിയൽ ആയിട്ട് അവിടെ ഉള്ളതാണെന്ന് വരുത്തി തീർക്കാനായിട്ട് നേരത്തെ അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ. ഈ കൈകൊട്ടുകയും ഭയങ്കര ആക്റ്റീവായിട്ട് തുള്ളിച്ചാടുകയും അങ്ങനെയുള്ളവരല്ലേ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഇതവിടെ പെട്ടുപോയവരും ഉണ്ട്. ഇനിയിപ്പോ ഇത് ചെയ്യാതെ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നവരും ഉണ്ട്. ഇത് അറിയാതെ വന്ന് ആദ്യമായിട്ട് കേട്ട് ഇതിനകത്ത് ചെയ്യുന്നവരും ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ ആളുകൾ അവര് സ്വാഭാവികമായിട്ട് ഇത് തന്നെ അവരും ചെയ്യും. അപ്പൊ ഈ വീഴുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഒരു ദുരാത്മാവുള്ളവരാണ് വീഴുന്നതായിട്ട് ബൈബിളിൽ കാണുന്നത്. ഈ വീഴുന്ന കാര്യത്തിൽ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മേലെ ഇത് വരുമ്പോ നമ്മൾ അതിന് വഴങ്ങി കൊടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്ത് വരുമ്പോഴ് അപ്പൊ ആ കൈ വയ്ക്കുമ്പോ ആ ഒരു ശക്തിക്ക് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുന്നതിനാണ് വീഴുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ പറയുമ്പോ ഇത് വെച്ച് എല്ലാരും അങ്ങ് വീഴുമ്പോ ബാക്കിയുള്ളവരും കൂടെ വീഴും. അപ്പൊ ഈ വീഴുന്നതിനൊന്നും ഒരു കാര്യം, കാണുന്നവർ ഇത് വീഴുന്ന കാണുമ്പോ കരുതും ഇത് വീഴുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങണ്ട് എന്നിട്ട് ശക്തി കൊണ്ട് വീഴണമെന്ന്. ഇല്ല, ഇത് അവിടെ ഈ ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നതും ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് അതിന് പറയുമ്പോ ഇത് വന്നു കഴിയുമ്പോ അതിനായിട്ട് നമ്മളങ്ങ് പതുങ്ങി കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ആ ഒരു തലയെ കൈ വെച്ചുള്ള ഒരു ഇതാണ് മിക്കവാറും ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് വീഴുക. അപ്പൊ ഇത് ഈ സ്വാഭാവികമായിട്ട് എല്ലാരും കുറച്ചുപേര് അങ്ങ് വീണ് കഴിയുമ്പോ ഈ വാണമുള്ളവരെല്ലാരും പിന്നെ അങ്ങ് വീഴും. അപ്പൊ ഈ വീഴുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നവര് കരുതുമ്പോ ഇത് കണ്ട് എന്തോ ശക്തി വന്നങ്ങ് വീഴുകയെന്ന്. ഈ വീഴുന്നത് ചുമ്മാ അങ്ങ് എല്ലാരും അങ്ങ് വീണേക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ അടുത്തൊരു പണ്ടൊരു അങ്കിൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല വിശ്വാസികളായിരുന്നു. അപ്പൊ ഇതുപോലുള്ള പരിപാടികളൊന്നും ഇല്ല. അവര് നന്നായിട്ട് പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഒരു ന്യായമായ രീതിയിൽ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ ഈ അമിത പിരിവോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ടെന്നേ, ഇങ്ങനെ ഉള്ളവരുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നു പോയി എനിക്കൊരു ഇതെന്ന് പറഞ്ഞാലേ ഇങ്ങനെ വന്ന് പെട്ടുപോയി പിന്നെ ജീവിതം പോവുക. ഇവന്മാരുടെ കൂടെ പോയ മനസ്സമാധാനം പോയി പണവും പോകത്തില്ലേ, രണ്ടും പോകത്തില്ലേ? എത്ര പേര് കൊന്ന് കണ്ണീരായിട്ട് അവരിങ്ങനെയാ. ഞാൻ മനസ്സിലാക്കാൻ പറയാം, അത് നമ്മുടെ ഈ ബോയിലർ കോഴിയുടെ അവസ്ഥ. പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റത്തില്ല. ഓടാൻ പറ്റുമോ? ഓടാനും പറ്റത്തില്ല. നീ കണ്ടിട്ടില്ലേ? എന്നാണ് ഈ പിച്ചാത്തി പിടിച്ച് നിൽക്കുന്ന അതുപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുക, ബോയിലർ കോഴിയെ പോലെ ചിറകിട്ടിങ്ങനെ അടിക്കുന്ന പോലെ. കണ്ടിട്ടില്ലേ ഇവിടെ? ചിറകടിക്കും, പക്ഷെ മൂവ്മെന്റ് ഇല്ല. ജീവിതവും ഇങ്ങനെ ആയി പോവും. ഇതാണ് ഇവിടെ നമ്മളിത് കാണുമ്പോൾ ആരും ഇങ്ങനൊന്നും പോയി പെടല്ലെന്നാണ്. ഇപ്പൊ ഇങ്ങനെ നമ്മളിതിപ്പോ ഇങ്ങനെ കാണുമ്പോ നമുക്കൊരു കുറച്ചു പേരെങ്കിലും പറയാനുണ്ടല്ലോ, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് കുറെ ഇതുണ്ട്, ചൂഷണങ്ങൾ ഇഷ്ടം പോലെ. ഇവര് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ശരി, ഇതും പറഞ്ഞ് ഉണ്ടായിരുന്ന സമയത്ത് ഇത് നമ്മുടെ ചാനലിന്റെ കാര്യമൊക്കെ അവിടെ പറയും. ആര് പറയും? പാസ്റ്റർമാര് പറയും, നിങ്ങൾ ഓരോരുത്തരുടെ പേര് ആ ചാനൽ കാണരുതെന്നാ പറയുന്നത്. അത് പിശാചാണെന്നാ പറയുന്നത്. ഞാൻ പിശാചാണോ? അപ്പം അത് പിശാചിന്റെ ഇതാണ്, അതുകൊണ്ട് അത് കാണരുത്. അപ്പൊ നമ്മള് പണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ തങ്കു ബ്രദർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കൈ കുറച്ചതിന്റെ ഒരു കാര്യം പറഞ്ഞ് പണ്ടൊരു വീഡിയോ ഇട്ടു, ഓർക്കുന്നുണ്ട്? അതെ അതെ. അപ്പൊ അന്നത് വന്നപ്പം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തോ ഇതുണ്ടെന്നാണ്. നമുക്കറിയത്തില്ലല്ലോ ഇത് സത്യത. അപ്പൊ ഇത് നമ്മുടെ
ദൈവത്തിന് എതിരായി നിൽക്കുന്ന ഒരു ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്നും കാണുകയേ ചെയ്യരുത്. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് മാറ്റിയേക്കാണോ പറയുന്നത്. ഞാൻ പണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ നമുക്കങ്ങ് ഞാനിത് കാണുമ്പോ എനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ സത്യമാണ് ഇതല്ല. ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കണം. നല്ലവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി മനമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് അങ്ങനല്ല. ഇതൊരു പ്രത്യേക ബറ്റാലിയനാ ഇവര്. മറ്റ് സഭകളെ പോലെ അല്ല. ഇവരൊരു പ്രത്യേക ബറ്റാലിയനാണ്. ഇവരിറങ്ങി പോയിട്ട് ഇതിപ്പോ നമ്മൾ സത്യം പറഞ്ഞ ഇവിടെ എന്ന് പറയുമ്പോ പ്രത്യേകമായിട്ട് ചില വചനങ്ങൾ വെച്ച് പഠിപ്പിക്കുന്നു. ബൈബിളിലെ എല്ലാ വചനവും എടുക്കത്തില്ല. അപ്പൊ ഇവിടെ ഈ പ്രത്യേക വചനങ്ങളെന്ന് പറയുമ്പോ നാം ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം തരും. അപ്പൊ അത് നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം തരും. അപ്പൊ അങ്ങനെ വരുന്ന വചനങ്ങളുണ്ടല്ലോ, അതാണ് ഇപ്പൊ നമ്മൾ സഭയിൽ നിരന്തരമായിട്ട് പോകുമ്പോഴും നമ്മൾ പഠിക്കുന്നതും നമ്മൾ പറയുന്നതും. കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് തരും. പക്ഷെ അവിടെ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. സത്യത്തില് ഇവിടെ അത് തിരിച്ച് അമർത്തി കുലുക്കി കൊടുക്ക് എന്നാൽ നിങ്ങൾക്ക് അമർത്തി കുലുക്കി തിരിച്ച് കിട്ടും. കാശ് കൊടുക്കാനുള്ള അത് അങ്ങനെ തന്നെ ഇപ്പൊ ഈ ഇവിടുത്തെ ടീച്ചിങ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മറ്റു സഭകളിലോ പോയ ടീച്ചിങ് അല്ല. ഈ ഇതുപോലുള്ള വചനങ്ങൾ വെച്ചാണ്. അപ്പൊ ഇവിടുത്തെ കുറെ ഈ ഭാഗങ്ങളുണ്ട് ബൈബിളിൽ. ആ ബൈബിളിലെ പ്രത്യേക ചില ഭാഗങ്ങൾ മാത്രമേ ഇവരും സുവിശേഷത്തിനും എടുക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇപ്പം പ്രത്യേക ചില വചനങ്ങൾ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ വെച്ചാൽ ദിനം പ്രതി ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നൊരു വചനമുണ്ട്. അത് ഇവിടെ പറയത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പാടല്ലേ. അപ്പൊ അങ്ങനെ ഒരു ടോക്ക് വന്നു കഴിഞ്ഞാൽ സഭയിൽ ആള് നിൽക്കത്തില്ല. എപ്പോഴും പ്രോസ്പെരിറ്റി, ഈ പറയുന്ന വലിയ സ്വപ്നങ്ങളും വലിയ വാഗ്ദാനങ്ങളും. അപ്പൊ ഇതിനകത്ത് ഈ സഭയിൽ വരുന്നവരാരും ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു കഷ്ടതയില്ല, ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. ഒരു ക്രൂശ് യേശു ക്രൂശ് എടുത്ത് അത് ക്രിസ്തു എല്ലാവരുടെയും പാപത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിലേറി, അതുകൊണ്ട് നമ്മൾ ഇനി ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറയാം. പക്ഷെ ഈ യാഥാർത്ഥ്യം നമ്മളോട് ഇവര് വ്യക്തിപരമായിട്ടും ബൈബിൾ ടീച്ചിങ്ങിലും പറയത്തില്ല, നമ്മളോട് സഭയിലും പറയത്തില്ല. നമ്മളുമായിട്ട് നല്ല പരിചയമായാലും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ണാത്തുണ്ട് എന്ന് പറയത്തില്ല. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് നമ്മൾ വരുമ്പോ നമ്മള് പ്രത്യേകിച്ചും തന്നെ ഈ നാട്ടില് ആരെല്ലാരും അവരോട് തിരിയും. ഒന്നാമത് സഭയിൽ നിന്ന് വീട്ടിൽ ഇറങ്ങുന്നു, കുടുംബത്തിൽ നിന്ന് വിട്ടിറങ്ങുന്നു. അതിപ്പോ ഹിന്ദു ആണേലും ഏത് ഇതിലുള്ളവരാണേലും. അന്നേരം ഇവര് പറയുമോ ഇവരുടെ ഈ പൈശാചിക കൂട്ടായ്മയിലാകുമ്പോൾ മറ്റുള്ള എല്ലാ സഭകളിൽ നിന്നും വിടണമെന്ന് ഇവര് പറയുമോ? വിടണമെന്ന് പറയും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോകുന്നെന്ന് അറിയുമ്പോഴേ ഇവരുടെ സഭയില് പ്രശ്നമാകും. പിന്നെ അങ്ങോട്ട് പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഏത് സഭയിൽ നിന്നാണ് ഈ പൈശാചിക കൂട്ടായ്മയിലേക്ക് പോയത്? ഞാനൊരു 2019 ഞാനിങ്ങനെ ഒരു ഇത് വരുന്നത്. ഞാനിവിടെ എനിക്കൊരു സഹോദരനുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയായിട്ടായിരുന്നു ഞാൻ കൂട്ട്. പുള്ളി കുറച്ചാള് കഴിഞ്ഞപ്പോ പിന്നെ പുള്ളി പ്രായമായിരുന്നു. അപ്പൊ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാന് അങ്ങനെ ഇവിടെ വന്നതാണ്. നിങ്ങൾ ഏത് സംഘടനയാണ് അങ്ങോട്ടേക്ക് പോയത്? ഞാന് ഹിന്ദുവാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോയതാണ്. ഒത്തിരി ഹൈന്ദവര് ഈ പൈശാചിക കൂട്ടായ്മയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ? സ്നാനമൊക്കെ മുങ്ങിയോ? അങ്ങനെ ഉണ്ട്. അങ്ങനെ അത് മനസ്സറിഞ്ഞ് വരുന്നവരും ഉണ്ട്. അല്ലാതെ ഇപ്പൊ ചിലര് ദൈവത്തോടുള്ളൊരു ഇത് കൊണ്ട് വരുന്നവരും ഉണ്ട്. ചിലരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നവരും ഉണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു മറുപടി ഇല്ലാതെയൊക്കെ ഇരുന്ന് അങ്ങനെ വരുന്നവരും ഉണ്ട്. രണ്ടു കൂട്ടരും ഉണ്ട്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നതേ തട്ടിപ്പാണ് സത്യം പറഞ്ഞ. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എത്ര ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളാണ് ഇത് വെക്കുന്നത്? ഇവിടെ ഒരു 25 ദിവസം ഒരു വട്ടം വെച്ചു. അതിന് ഉപവാസം എന്ന് പറഞ്ഞാൽ എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉപവാസം? ഫുൾ നേരം. ഇവരവിടെ ഫുഡ് കഴിക്കും എല്ലാരും. ഇവരെല്ലാരും അവിടെ ഫുഡ് കഴിക്കും. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോ അവിടെ ഉള്ള സഭയിലുള്ളവരെല്ലാം മീറ്റിംഗ് കഴിയുമ്പോ അപ്പുറത്ത് മാറിയുന്ന അവർ വേണ്ട ജ്യൂസും കുടിക്കും, ഫുഡും കഴിക്കും. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുകയും ചെയ്യും. ബാക്കി വരുന്നവരോ?
ബാക്കി വരുന്നവർ ചിലപ്പോ അവിടെ ആഹാരം ഇല്ല, പട്ടിണി ഇരിക്കും. എന്നിട്ട് ഈ ഉപവാസം ഇരിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ അവിടേക്ക് ഇടാൻ പറയുമോ? വരുമ്പോ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇടയ്ക്ക് പറയുമല്ലോ. അപ്പൊ ഞാൻ പറയുമ്പം നമ്മുടെ ഈ മെസ്സേജുകൾ കേൾക്കുമ്പോ അറിയാൻ പറ്റും. ഈ മെസ്സേജുകളെല്ലാം ഈ ഓൺലൈനിലുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 25 ദിവസം ഉപവാസ പ്രവർത്തനം നടക്കുമ്പോൾ ഈ വരുന്ന പാസ്റ്റർമാർ പറയുന്ന നിങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് കൊടുക്കുക, എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കുക. ഇത് തന്നെയാണ് ഈ വരുന്നവരെല്ലാം ഈ പറയുന്നത്, ഇത് തന്നെയാണ്. അപ്പൊ ഈ കൊടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ എത്രത്തോളം കൊടുക്കാമോ അത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ള മെസ്സേജാണ് ഈ മൊത്തം. ഇത് കേട്ട് എങ്ങനെയെങ്കിലും ഇതെങ്കിലും കൊടുത്തെങ്കിലും ഒരു മറുപടി കിട്ടട്ടെ എന്ന് കരുതി പാവങ്ങള് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ വിറ്റ് പെറുക്കി കൊണ്ടുപോയി കൊടുക്കും. ഈ കാശ് കൂടുതലുള്ളവര് പ്രത്യേക സ്നേഹം ഉണ്ടോ ഇവന്മാർക്ക്? അതുണ്ട്. നല്ല സാമ്പത്തികമായിട്ടുള്ളവര്, അല്ലെ നല്ല ഇത്തിരി അണിഞ്ഞൊരുങ്ങി വരുന്നവര്, അല്ലെങ്കിൽ അത്യാവശ്യം തോന്നുന്നവരോട് ഇവർക്ക് പ്രത്യേക മമതയുണ്ടോ? അങ്ങനെയുള്ളവരോട് പ്രത്യേകം അടുത്ത് വന്ന് ദൂതുകൾ പറയും. അവരെ പ്രത്യേകം വിളിക്കും. അവരെ വിളിച്ചിട്ട് അവരോട് എന്തെങ്കിലും പ്രത്യേകമായ ചില കാര്യങ്ങൾ പറയും. അതായത് ഈ കാഴ്ചപ്പാട് കൊണ്ട് നമുക്ക് കാണുന്ന കൊണ്ട് മനസ്സിലാവുമല്ലോ. ഒരാളെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ മുഖഭാവവും ഇത് കണ്ട് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഇതെല്ലാം എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. നമ്മള് അപ്പൊ ആരെയും ഒരു പരിമിതിക്ക് അപ്പുറത്തോട്ട് ഇവരാരും അടുപ്പിക്കത്തില്ല. ആ ഒരു നിഗൂഢത കാത്തു സൂക്ഷിച്ചാണ് അവർ പോകുന്നത്. എപ്പോഴും ഒരു നിഗൂഢതയാണ് സത്യം. അപ്പൊ എപ്പോഴും ഇതിപ്പോ നമ്മൾ എത്ര അടുപ്പായെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും ഒരു വ്യക്തിപരമായിട്ട് പറയത്തില്ല. അപ്പൊ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ പോയി വീഴുന്നെന്ന് പറഞ്ഞാൽ ഈ വചനങ്ങള്, ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങളിലാണ് എല്ലാരും പോയി വീഴുന്നത്. ഈ വചനം, ഈ പ്രത്യേകമായ ചില വചനങ്ങൾ ഇവിടെ പറയത്തേയില്ല. ഈ വചനങ്ങൾ പറയാതിരിക്കുന്നതുകൊണ്ട് ഇവര് കരുതുന്ന ഈ കേൾക്കുന്നത് മാത്രമല്ല, ഇവർ മിക്കവർക്കും പറ്റുന്ന പറഞ്ഞാൽ ബൈബിൾ എടുത്ത് ഇവരാരും ഇത് വായിക്കത്തേയില്ല. ഈ കേൾക്കുന്നതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഇത് കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇവരാരും ഒട്ടും ഇത് ചെയ്യത്തില്ല. ഇവരുടെ എല്ലാം കണ്ണെന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ളതിലാണ്. അപ്പൊ അതുമല്ലാതെ ഇവർക്ക് ചില ഇതുണ്ട്, ഈ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് പരിപാടികള്, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് എന്താ ഒരു വട്ടം എന്നോട് ഇങ്ങനെ അതിനെപ്പറ്റി സൂചിപ്പിച്ചായിരുന്നു. ആര് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്? അതോ അത് ഇവരുടെ ഇതിലുള്ള എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ഇതൊന്നും പറയത്തില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ചിട്ടിപ്പരിപാടികൾ അങ്ങനെയുള്ള മറ്റു പരിപാടികളൊക്കെ ഉണ്ടോ? ചിട്ടിപ്പരിപാടി ഇതെന്തോ ഈ ഫണ്ട് ഇങ്ങനെ ഇരട്ടിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ പുറത്ത് നമ്മുടെ ഈ ബിറ്റ് കോയിൻ ഒക്കെ പോലെ. അപ്പൊ അങ്ങനെ കുറച്ച് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലാകുമ്പോ അത് അല്ലെങ്കിൽ എന്തോ 2 കൊല്ലം ആകുമ്പോ ഇത്ര ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിൽ ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിപ്പിക്കുകയാണ് ഇവരെ കൊണ്ട്. അങ്ങനെ എല്ലാരോടും പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് ഒരു വട്ടം ഇതിനെപ്പറ്റി ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. നമുക്കിത് ഒന്നാമത്തെ കാര്യം ഇത് വ്യക്തമായി ഇവർ സംസാരിക്കത്തില്ല. എന്തെങ്കിലും പറയും, അവിടെ സംസാരിച്ച ബാക്കിയെന്ന് പറയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.